ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 28 വ്യാഴാഴ്ച ദിവസത്തെ റേഷൻ വിതരണം എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. സാധാരണത്തെ പോലെ തന്നെയാണ് എല്ലാവിധ റേഷൻ ഭക്ഷ്യവിഹിതങ്ങളും ജനുവരി മാസത്തെ എല്ലാവിധ റേഷൻ ഭക്ഷ്യവിഹിതങ്ങളും റേഷൻ കട വഴി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം അവസാനമായതുകൊണ്ട് തന്നെ റേഷൻ വിഹിതങ്ങളുടെ ലഭ്യത, റേഷൻ വിഹിതങ്ങളുടെ സ്റ്റോക്കുകൾ കുറഞ്ഞിട്ടുണ്ടാകാം ചില റേഷൻ കടകളിലെങ്കിലും എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. വിവിധ തരത്തിലുള്ള അരികൾ, പച്ചരി, പുഴുങ്ങല്ലരി, മട്ടരി, ഗോതമ്പ്, ആട്ട, മഞ്ഞ കാർഡിന് പഞ്ചസാര, മഞ്ഞ പിങ്ക് കാർഡിന് കടല, പയറ്, അതുപോലെ തന്നെ മണ്ണെണ്ണ, ഇവയെല്ലാം വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ചോദിച്ചിരുന്നു, പിങ്ക് കളർ കാർഡിന് കേന്ദ്ര സർക്കാരിന്റെ ഗരീബ് കല്യാൺ യോജന പദ്ധതി പ്രകാരം ഉള്ള അരി കിട്ടിയപ്പോൾ പച്ചരി കിട്ടിയിരുന്നു, ഇപ്പോൾ ആ അരി കിട്ടുന്നില്ല എന്നുള്ളത്. വിവിധ തരം അരികൾ വിതരണം ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു റേഷൻ കടയിലേക്ക് കൂടുതൽ സ്റ്റോക്കുകളൊന്നും ഇത്തരം അരികൾ എത്താറില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് വിതരണം ചെയ്യണമെങ്കിൽ നീല വെള്ള കാർഡുകാർക്ക് വിതരണം ചെയ്യണം. കാരണം അവർക്ക് വിഹിതം കുറവാണ്. മഞ്ഞ കാർഡിനും പിങ്ക് കാർഡിനും കൂടുതൽ അരി നൽകേണ്ടി വരും. അപ്പം അവർക്ക് ഇതിന്റെ ഒരു വിഹിതം നൽകുമ്പോൾ പെട്ടെന്ന് അത് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. കൂടുതൽ സ്റ്റോക്കുകൾ റേഷൻ കടയിൽ എത്തിയാൽ മാത്രമേ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് പച്ചരി ഒക്കെ ലഭിക്കുകയുള്ളൂ. അവർക്ക് മട്ടരി ഉണ്ടാകും. കൂടുതൽ ആവശ്യം ആളുകൾക്ക് ഊറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി ആയതുകൊണ്ട് തന്നെയാണ് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പച്ചരി നൽകാതെ മട്ടരിയും പുഴുങ്ങലരിയും നൽകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു മഞ്ഞ കാർഡിന് 35 കിലോ ധാന്യമാണ് ലഭിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ അളവിൽ ഒരു റേഷൻ കടയിൽ പച്ചരി ലഭിക്കുമ്പോൾ എങ്കിലും മഞ്ഞ കാർഡിന് പച്ചരി നൽകിയാൽ ആ റേഷൻ കടയിലെ സ്റ്റോക്ക് തീർന്നു പോകും. അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പച്ചരി അത്തരം ആളുകൾക്ക് ലഭിക്കാത്തത്. അപ്പം ഇങ്ങനെയാണ് റേഷൻ കടയിൽ എത്തുന്ന അരിയുടെ കണക്കനുസരിച്ച്, അതിന്റെ ലഭ്യത അനുസരിച്ചൊക്കെയാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ റേഷൻ കടയിലുള്ള ആ ഒരു ലിസ്റ്റിൽ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഓരോ ദിവസവും അവിടെയുള്ള സ്റ്റോക്ക് കുറയുന്നതിനനുസരിച്ച് അത് എഴുതി തയ്യാറാക്കി ദിവസവും അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാവുന്നതാണ്. പിന്നെ സ്റ്റോക്കുള്ള അരികളെല്ലാം റേഷൻ കടയ്ക്ക് മുന്നിൽ ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതും നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. പിന്നെ പറയാനുള്ളത് കിറ്റിന്റെ കാര്യമാണ്. ജനുവരി മാസത്തെ കിറ്റാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്കാണ് കിറ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പിങ്ക് റേഷൻ കാർഡിനുള്ള വിതരണം ആരംഭിക്കുകയും പിന്നീട് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ള വിതരണം ആരംഭിക്കുകയും ചെയ്യും. അതിന്റെ ഡേറ്റ് അറിഞ്ഞാൽ നിങ്ങളെ അപ്പോൾ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ഉണ്ട്, വീണ്ടും കാണാം. ഇതുവരെയും ബൈ.